കണ്ണൂരിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി അർജുൻ കല്യാണുണ്ട്. അർജുൻ, അവിടെ VK സനോജ് അടക്കമുള്ള നേതാക്കളെ കാണാം. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണോ ഇപ്പോൾ? ഏത് തിയേറ്ററിലേക്കാണ്? ലിബർട്ടി തിയേറ്ററിലേക്ക് അല്ലേ? അതെ, കണ്ണൂരിലുള്ള ലിബർട്ടി തിയേറ്ററിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തിയേറ്ററിന് പുറത്ത് ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് അനുവദിക്കില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കേരള സ്റ്റോറി നിങ്ങൾക്ക് ടീച്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് റിയൽ സ്റ്റോറി അല്ല, ഒരു ഫേക്ക് സ്റ്റോറിയാണ്. അപ്പൊ അത്തരം നമ്മുടെ നാടിന് കഴുത്തി കാണിക്കുന്ന ഈ ഒരു ഫിലിം ഡിവൈഎഫ്ഐ അത് പ്രദർശിപ്പിക്കണമെന്നൊരു സംഘടനാ നിലപാട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എറണാകുളം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയാണ്. അപ്പൊ ആ സംഘടനാ തീരുമാനം അത് ഞാൻ എന്തായാലും ഇവിടെ തടയുമെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങളിപ്പോ ഇവിടെ ഈ പറയുന്ന ഷെനൈസിലാണ് ഇപ്പൊ നിലവിൽ നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സ്മൃതി പ്രദർശൻ നിലവിലിപ്പോൾ നമുക്ക് ഷെനൈസിലാണ് ഇപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മറ്റു സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സംഘടനാ നിലപാടുണ്ട്. സ്മൃതി പ്രദർശനം തടയുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ഉറപ്പിച്ച് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ഷെനൈസ് തിയേറ്ററിനകത്തേക്ക് കയറുന്നുണ്ട്. ഒപ്പം മറ്റു പ്രവർത്തകരും, നിരവധി പ്രവർത്തകർ നേരത്തെ തന്നെ തിയേറ്ററിനകത്ത് കയറി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കം അകത്തേക്ക് കയറി വരുന്നതിനെ ചൊല്ലി വലിയ വാക്കുതർക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ആ ഒരു വാഗ്വാദം കാണാം. സജോ ദേവസ്വയുണ്ട്. സജോ, സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ കാണാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണോ ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്? സ്മൃതി, ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഷെനൈസ് തിയേറ്ററിലെ പ്രദർശനം തടയുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹത്തെ നേരത്തെ തന്നെ പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞ് ഇവിടെ നിയോഗിച്ചിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തി. ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി. നേരത്തെ ഇപ്പോൾ എത്തിയ ജില്ലാ സെക്രട്ടറിയെ തിയേറ്ററിനകത്ത് കയറുന്നതിൽ നിന്ന് പോലീസ് തടയാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. തുടർന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് കേരള ജനതയെ അപമാനിക്കുന്നതും വസ്തുതാവിരുദ്ധവുമായ കേരള സ്റ്റോറി 2വിന്റെ പ്രദർശനം അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഡിവൈഎഫ്ഐ നിലപാട്. ഒരു തരത്തിലും പ്രദർശനം അനുവദിക്കില്ല, അത് തടയും എന്നതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. അത് കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്, കേരളത്തെ അപമാനിക്കുന്ന ഉള്ളടക്കമാണുള്ളത്, അവയെല്ലാം വസ്തുതാവിരുദ്ധമാണ്. അതുകൊണ്ട് പ്രൊപ്പഗാൻഡ സിനിമയാണ്, വ്യാജമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു പ്രദർശനം തടയും, അത് അനുവദിക്കില്ല എന്ന നിലപാട് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രവർത്തകർ നേരത്തെ തന്നെ സംഘടിച്ച് ഇങ്ങോട്ടേക്ക് എത്തി. ഒടുവിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും ഷെനൈസ് തിയേറ്ററിലേക്ക് എത്തി. 12 മണിക്കാണ് ഇവിടുത്തെ ആദ്യ പ്രദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എറണാകുളം ഷെനൈസ് തിയേറ്ററിൽ ഇപ്പോൾ സംഘടിച്ച് ബാനറും ഒക്കെ ഉയർത്തി തിയേറ്ററിനകത്ത് കടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം ഇവിടുത്തെ സമയം വളരെ ചുരുങ്ങിയ സമയം കൂടി മാത്രമേ ആദ്യ പ്രദർശനത്തിന്റെ ഷെഡ്യൂൾ ആകാൻ നിശ്ചയിച്ച സമയം 12 മണിയാണ്. ആ സമയത്തേക്കാണ് ഇവിടെ ഏതാനും നാമമാത്രമായതാണെങ്കിൽ കൂടിയും ഏതാനും ചില ബുക്കിംഗുകൾ കൂടിയും ഓൺലൈനായി ഇവിടെ നടന്നിരുന്നു. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നോക്കുമ്പോൾ, ഓൺലൈൻ ബുക്കിംഗ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 25ഓളം ടിക്കറ്റുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ നാമമാത്രമായ നമ്പറാണ്, എങ്കിലും ഏതാനും ചിലർ ബുക്ക് ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ അതിലുള്ള പ്രതിഷേധം നമുക്ക് ഡിവൈഎഫ്ഐ നേതാക്കളോട് തന്നെ ഇപ്പോൾ ഞങ്ങൾ സിനിമ കാണുന്നവരെ തടയുന്നതിനോ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ എതിരല്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിനെതിരായി നടക്കുന്ന തെറ്റായ ഒരു പ്രചരണത്തിലാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സിനിമാക്കാർക്കോ അല്ലെങ്കിൽ തിയേറ്ററുകാർക്കോ ഒന്നും ഡിവൈഎഫ്ഐ എതിരല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളിതിവിടെ നടത്തുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്നിവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്ക് മുമ്പിലും ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഒരാൾക്കും ഒരു സിനിമ കാണാൻ വരുന്നവരെ ദ്രോഹിക്കുന്നതിനോ അല്ലെങ്കിൽ തിയേറ്ററെ നശിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എല്ലാ കാലത്തും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഇതുവരെ നേതൃത്വം കൊടുക്കുന്നുമില്ല. പക്ഷേ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്നതിനെതിരെയാണ് ഈ സമരം.